പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ ഈ ഡാഷ് മോനെ എന്ന പരാമർശത്തോട് വലിയ വിയോജിപ്പുള്ള ആളാണ് ഞാൻ. എനിക്കതിനോട് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട്. അദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അത് പറയുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് മുഖ്യമന്ത്രി പദവിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ പാലിക്കേണ്ടുന്ന ചില സാമാന്യ മര്യാദകളുണ്ട് എന്ന് അദ്ദേഹം രേവന്ത് റെഡ്ഡിയിലാക്കി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതേ കാരണത്താൽ തന്നെ മുഖ്യമന്ത്രി പദവിയിലൊക്കെ ഇരിക്കുന്ന വളരെ മുതിർന്ന രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകർ, നമ്മുടേതുപോലൊരു സംസ്ഥാനത്ത്, വളരെ രാഷ്ട്രീയ പ്രബുദ്ധമായുള്ളൊരു സംസ്ഥാനത്ത് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വലിയ സാഗൂതം ഈ രാഷ്ട്രീയ പ്രവർത്തന സംഗതികളെയൊക്കെ ശ്രദ്ധയോടെ നോക്കുന്ന, എന്ന് വെച്ചാൽ വോട്ടവകാശം ഇപ്പോഴില്ലാത്ത കുട്ടികളടക്കമുള്ള ആളുകൾ ഇതുപോലുള്ള സമയങ്ങളിലാണല്ലോ രാഷ്ട്രീയ സംഗതികളെ നോക്കുക. അപ്പോൾ അങ്ങനെ സാഗൂതം നോക്കി നിൽക്കുന്ന സമയത്ത് വളരെ മുതിർന്ന ആളുകൾ ഡാഷ് മോനെ എന്നൊക്കെ വിളിക്കുന്നത് ഒട്ടും സുഖകരമായൊരു അന്തരീക്ഷമല്ല കേരളത്തിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് ഞാനതിനെ അത് സുഖകരമായില്ല, അത് ശരിയായില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പറയരുതായിരുന്നു എന്ന അഭിപ്രായം മുന്നോട്ട് വെക്കുന്നയാളാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നു എന്ന ഒരു പ്രശ്നം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അദ്ദേഹം അതിലേക്ക് എത്തിച്ചേർന്നതാണ് എന്ന് ഇടതുപക്ഷക്കാർ പറയുന്ന കാര്യത്തോട് ചേർന്ന് നിൽക്കുകയും അത് ശരിയാണല്ലോ എന്ന് തോന്നലുണ്ടാവുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ രേവന്ത് റെഡ്ഡിയുടെ ഇവിടെ ഹാപ്പനിങ് അവേഴ്സ് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രേവന്ത് റെഡ്ഡിയുടെ ഈ പരാമർശം വന്നത്. ഞാനതിനെ വളരെ ചിരിയോടെയും സന്തോഷത്തോടെയും എടുത്ത്, നീ പോമോനെ വിജയ എന്ന് അദ്ദേഹം പറയുന്നത്, രേവന്ത് റെഡ്ഡി പറയുന്നത് പിന്നെ അതിനു മുമ്പ് ആ സിനിമാ ഡയലോഗ് പറഞ്ഞിട്ട് തന്നെയാണ്. നീ പോമോനെ ദിനേശ എന്ന് പറഞ്ഞതിന് ശേഷം നീ പോമോനെ വിജയ എന്ന് പറയായിരുന്നു. പക്ഷേ ആ സിനിമാ ഡയലോഗാണ് വിജയനെ വിജയ എന്ന് വിളിക്കുന്നതിലെ ഒരു പ്രായവ്യത്യാസമുള്ളൊരു അപമാനികൃഷ്ണമായിട്ടോ അല്ലെങ്കിൽ നീ എന്ന് വിളിക്കുന്നതിലെ ഒരു കുറച്ചിൽ സംഗതിയായിട്ടോ ഒന്നും ഇല്ലാത്ത വിധം അദ്ദേഹം ആദ്യം തന്നെ സിനിമാ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമാ ഡയലോഗിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയായിട്ടാണ് അന്തരീക്ഷത്തിലേക്ക് വരിക. അതുകൊണ്ട് ആ നിലക്ക് ആ സമയത്ത് അതിനെ അനുവദിച്ചു കൊടുക്കാവുന്ന, ചിരിച്ചുകൊണ്ട് കേൾക്കാവുന്ന ഒരു സംഗതി അതിനകത്തുണ്ടായിരുന്നു. ഒരു തേർതലല്ലേ എന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പല്ലേ, അങ്ങനെ കുറച്ചുകൂടെയൊക്കെ റഫായിട്ടൊക്കെ കാര്യങ്ങൾ പോകുന്നൊരു കാലമായിട്ടാണ് ഈ രാഷ്ട്രീയക്കാരും നമ്മളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണുന്നത്. ഇവരെല്ലാം നാളെ കൈകൊടുത്ത് തെലങ്കാന മുഖ്യമന്ത്രിയും സംസ്ഥാന മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ തുടരുകയാണെങ്കിൽ, പിണറായി വിജയനെ തുടരുകയാണെങ്കിൽ ഒരു വളരെ സന്തോഷത്തോടെ അങ്ങോട്ട് കൊണ്ട് ചിരിച്ച് ഒന്ന് ചിരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. തെരഞ്ഞെടുപ്പ് കാലത്ത് കുറച്ച് കൂടിയ സംഗതികൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ വർത്തമാനം പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രസംഗിക്കുമ്പോൾ പറയുന്നത് പോലെയല്ല ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വന്നിട്ട് ഒരു പരാമർശം നടത്തിയതിന് ശേഷം അത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ എഴുതുമ്പോൾ കളി മാറിപ്പോയി.